Hi students, MG University second സെമ്മിൻ്റെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. ഡിഗ്രി സെക്കൻഡ് സെം. അപ്പോൾ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ് ഫോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അവർക്ക് ഈ സിലബസിൽ മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. CBCS എന്ന സിലബസ് 2017 മുതലാണ് ആരംഭിച്ചത്. അപ്പോൾ 2017 അഡ്മിഷൻ, 2018 അഡ്മിഷൻ, 2019 അഡ്മിഷൻ ഈ കുട്ടികളുടെ പരീക്ഷ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനി നടക്കാൻ പോകുന്നത് 2020 അഡ്മിഷൻ്റെയാണ്. അപ്പോൾ ഈ സിലബസിലാകെ 3 പരീക്ഷകളാണ് നടന്നത്. ആ 3 പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ 2017 അഡ്മിഷൻ്റെ ആദ്യമായിട്ട് നടന്ന പരീക്ഷ സെക്കൻഡ് സെമ്മിൻ്റെ ജൂൺ 2018 2018 അടുത്ത എക്സാം നടന്നത് മെയ് 2019 അതിനുശേഷം നവംബർ 2020 പരീക്ഷകൾ നടന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എ നോക്കാം. The circle is rotated about the x-axis to generate a sphere. Find the volume. അപ്പം നമുക്ക് ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനോ ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു കർവ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സൈഡിൽ ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ ഒരു സർക്കിളാണ് എക്സ് ആക്സിന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ വോളിയമാണ്. ഇപ്പോൾ സ്പിയറിൻ്റെ വോളിയം നമുക്കറിയാം, എന്ത് 4/3 πr³. അപ്പോൾ അതെങ്ങനെയാണ്? നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. ഇപ്പം എന്നാ പറയാം, സർക്കിൾ ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ എക്സ് ആക്സിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ മേളിലുള്ള ഈ ഹാഫ് പോർഷൻ മതി, താഴത്തെ സെമി സർക്കിൾ വേണ്ട, ഈ പോർഷൻ മാത്രം മതി. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ട്രിപ്പ് വരച്ചിട്ട് ആ സ്ട്രിപ്പിൻ്റെ മേളിലത്തെ അറ്റം താഴത്തെ അറ്റം നോക്കി നമ്മൾ ചെയ്യത്തില്ലേ, ഇങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം, അല്ലെങ്കിൽ ഈ 0 തൊട്ട് ഇവിടെ വരെ നോക്കിയിട്ട് × 2 ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ് y ഈക്വൽ ഇൻ്റഗ്രൽ 0 to x √ cos 2t dt ഫ്രം x = 0 to x = π/4. അപ്പോൾ നോക്കി, ലെങ്ത് ഓഫ് ദ കർവിൻ്റെ ഇക്വേഷൻ എഴുതുക. L = എന്താണ്? ഇൻ്റഗ്രൽ 0 to π/4 എന്താണ്? √1 + dy/dx the whole square. അപ്പോൾ y തന്നിട്ടുണ്ട്. അപ്പോൾ dy/dx എന്താണ്? √cos 2x ആണ്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ച് ചെയ്യാം. നെക്സ്റ്റ്, ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ √2 ദ y ആക്സിസ് ആൻഡ് ദ കർവ് എബൌട്ട് x ആക്സിസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ അത് എനി അറ്റംപ്റ്റിന് മാർക്ക് കിട്ടേണ്ടതാണ്. ഓക്കെ, കർവിൻ്റെ ഇക്വേഷൻ തന്നിട്ടില്ല. നമ്മളന്നേരം എനി അറ്റംപ്റ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. y = √2 എന്ന് വെച്ചാൽ y = √2 ഇങ്ങനെ വരയ്ക്കുക. പിന്നെ y ആക്സിസ്, പിന്നെ ഒരു കർവ് വേണം, എന്നാലേ നമുക്ക് ആ റീജിയൻ കിട്ടത്തുള്ളൂ. നെക്സ്റ്റ്, ഫൈൻഡ് ഡബിൾ ഇൻ്റഗ്രൽ 1 to 2 ഇൻ്റഗ്രൽ 0 to 4 xy dy/dx. അപ്പോൾ എന്താ, ആദ്യം y വെച്ച് ചെയ്യും. അപ്പോൾ എന്തുവാ, x y²/2 ലിമിറ്റ് 0 to 4 കൊടുക്കുക. എന്നിട്ട് പിന്നെ x വെച്ച് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. പിന്നെ ഡബിൾ ഇൻ്റഗ്രൽ 0 to 2 ഇൻ്റഗ്രൽ x to x² dy/dx. അപ്പം ഡിവൈയുടെ ഇൻ്റഗ്രൽ y ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെ ഫംഗ്ഷൻ കിട്ടും. വീണ്ടും എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് 0 to 2 കൊടുക്കുക. നെക്സ്റ്റ്, ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഫൈൻഡ് ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to 1 dx dy/dx. വളരെ ഈസിയാണ്, അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx = y/x. അപ്പോൾ ഇത് സെപ്പറബിൾ ഇക്വേഷൻ ആണ്. y ഇപ്പുറത്ത് കൊണ്ടുപോകുക, dx അപ്പുറത്ത് പോകുക. അപ്പോൾ dy/y = dx/x. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ log y = log x + log c. അപ്പോൾ എന്താ, y = xc എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ്, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx - y = e⁻x y². ബെർണോളി ഇക്വേഷൻ ആണ്, സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോൾവ് dy/dx + xy = y of 1 = 4. അപ്പോൾ ഇതെന്താണ്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോൾവ് ചെയ്യുക, പിന്നെ ഇനിഷ്യൽ വാല്യൂ കൊടുക്കുക.
എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സും എല്ലാം ഇട്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക പ്ലേലിസ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്, അതിനകത്ത് നോക്കിയാൽ മതി. സെക്കൻഡ് സെമ്മിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻ ഓഫ് ദ നോർമൽ ടു ദ സർഫസ് z ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് y സ്ക്വയർ അറ്റ് ദ പോയിന്റ് 1, 1, 2. Form the partial differential equation by eliminating constants a and b from the equation z is equal to x plus a into അത് ക്വസ്റ്റ്യന് ഇൻകംപ്ലീറ്റ് ആണ്. y പ്ലസ് ബി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാർക്ക് കിട്ടിയേനെ. സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? പി പി പ്ലസ് ക്യൂ ക്യൂ ഇസിക്കൽ ടു ആർ. ആ ഇക്വേഷൻ ഉണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എ നോക്കാം. The solid lies between the planes perpendicular to x-axis at x is equal to -1 and x is equal to 1. Find a formula for area. Area മാത്രം കണ്ടുപിടിച്ചാൽ മതി. Cross section perpendicular to x-axis between these planes are circular disc with the diameters run from the semicircle y equal to minus root of 1 minus x square to the semicircle y equal to റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അതേപോലെ തന്നെ ക്രോസ് സെക്ഷൻ സ്ക്വയേഴ്സ് ആണെങ്കിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളതൊന്ന് നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനകത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. The region between the curve y is equal to 2 root x 0 less than x less than 2 and x axis is revolved about x axis to generate solid. Find its volume. അപ്പോൾ കർവ് വരയ്ക്കുക, സ്ട്രിപ്പ് വരയ്ക്കുക, കണ്ടുപിടിക്കുക. ഫോർമുല ഫോർ ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്താണ്? ഏരിയ ഇസ് ഇക്വൽ ടു 2πy റൂട്ട് ഓഫ് 1 പ്ലസ് dy/dx ദ ഹോൾ സ്ക്വയർ dx. ഓക്കെ. ഫുബിനിസ് തിയറം ഫസ്റ്റ് ഫോം എന്താ? ഡബിൾ ഇൻ്റഗ്രൽ ഓർഡർ എങ്ങനെ വേണേലും എഴുതാമെന്ന്. ഫസ്റ്റ് ഫോം അങ്ങനെയാണ്. സെക്കൻഡ് ഫോം നിങ്ങൾ പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ ചോദിക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. എന്നാലേ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. യൂസ് ഡബിൾ ഇൻ്റഗ്രൽ ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ബൗണ്ടഡ് അബവ് ദ വൈ z ഈസ് ഇക്വൽ ടു 4 മൈനസ് എക്സ് മൈനസ് വൈ ബിലോ ദ റെക്റ്റാങ്കിൾ r ഈസ് ഇക്വൽ ടു 0, 1 ക്രോസ് 0, 2. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് 0 to 1, വൈയുടെ ലിമിറ്റ് 0 to 2. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഏത് ഫംഗ്ഷനാണ്? 4 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ. ഇനി ആവറേജ് വാല്യൂവിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കുന്നതാണ്. 2 വേരിയബിളിൻ്റെ 3 വേരിയബിളിൻ്റെ പഠിക്കുന്നതാണ്. ഇനി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിഗ്രിയും ഓർഡറും കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ്? ഈ ഇക്വേഷനെ റൈറ്റ് കൊണ്ടുപോവുക, രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക, എന്നിട്ട് നമുക്ക് പറയാം. വെരിഫൈ ദാറ്റ് ദ ഫംഗ്ഷൻ y ഈക്വൽ ടു c e raised to minus 8x is a solution of the differential equation. ജസ്റ്റ് y കണ്ടുപിടിക്കുക, dy/dx എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈക്വൽ ടു 0 കിട്ടുവാണെങ്കിൽ സൊല്യൂഷൻ ആണെന്ന് പറയാം. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു 1 പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ എന്താ? dy 1 പ്ലസ് വൈ സ്ക്വയർ ഇപ്പുറത്ത് കൊണ്ടുവരിക, dx അപ്പുറത്ത് കൊണ്ടുപോവുക, 1 പ്ലസ് എക്സ് സ്ക്വയറും അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പം സെപ്പറബിൾ ഇക്വേഷനാണ്. tan ഇൻവേഴ്സ് y ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് x പ്ലസ് tan ഇൻവേഴ്സ് c. ആ രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. റൈറ്റ് ദ ജനറൽ ഫോം ഓഫ് ദ ഇൻ്റഗ്രൽ കർവ് ഓഫ് ദിസ് ഇക്വേഷൻ. ലഗ്രാഞ്ചസ് ഇക്വേഷൻ നിങ്ങളിത് പഠിക്കുന്നതാണ്. അതിൻ്റെ ഇൻ്റഗ്രൽ കർവിൻ്റെ ജനറൽ ഫോം എങ്ങനെ ഇരിക്കും? ഇൻ്റഗ്രൽ p' dx പ്ലസ് q' dy പ്ലസ് r' dx എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. പിന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്താണ്, ഡിഗ്രി എന്താണ്, അത് പഠിക്കണം. ഫോം ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ എലിമിനേറ്റിംഗ് കോൺസ്റ്റൻസ് a and b from the equation z is equal to ax plus by plus ab. ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അപ്പം പാർട്ട് എയിലെ ഷുവർ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ? ഓർഡർ, ഡിഗ്രി. പിന്നെന്താ? സ്റ്റാൻഡേർഡ് ഫോം, ലീനിയർ ഇക്വേഷൻ, ബെർണോളി ഇക്വേഷൻ, ഹോമോജീനിയസ് ഇക്വേഷൻ, അങ്ങനത്തെ എക്സാക്ട് ഇക്വേഷൻ. പിന്നെ ഇൻ്റഗ്രൽ ഫോമുല അല്ലല്ലോ, ഉണ്ടല്ലോ. പിന്നെ ഈ എലിമിനേറ്റിംഗ് ആർബിട്രറി കോൺസ്റ്റൻ്റ്, ആർബിട്രറി ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ നിങ്ങൾക്ക് കാണാം. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ലൈൻ x plus 2y equal to 2
ആൻഡ് ദ ലൈൻസ് y ഈക്വൽ ടു 0 x ഈക്വൽ ടു 0 ആൻഡ് എബൌട്ട് എക്സ് ആക്സിസ്. അപ്പം ജസ്റ്റ് ഈ ലൈൻ വരയ്ക്കുക, എക്സ് ആക്സിസ് വൈ ആക്സിസ് വെക്കുക, അതിൻ്റെ ഇടയ്ക്ക് റീജിയൻ കിട്ടും. നിങ്ങൾ സ്ട്രിപ്പ് വരയ്ക്കുക, കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ solid generated by revolving the region bounded by y equal to x, y equal to 1, x equal to 0 about x axis. സെയിം മേളിൽ പറഞ്ഞ പോലെ തന്നെ വരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഈ ഫിഗർ വരച്ചാലേ നിങ്ങൾക്ക് ഐഡിയ കിട്ടത്തുള്ളൂ വോളിയം ബൈ സ്ലൈസിങ് ആണോ, ഡിസ്ക് മെത്തേഡ് ആണോ, വാഷർ മെത്തേഡ് ആണോ, ഷെൽ മെത്തേഡ് ആണോ എന്നൊക്കെ. ഇനി ഷെൽ മെത്തേഡ് വെർട്ടിക്കൽ ലൈൻ ഉപയോഗിച്ചുള്ള അതിൻ്റെ ആ ഫോമുല, ഷെൽ ഫോമുല കണ്ടുപിടിക്കുക. ഡബിൾ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ വൈ സ്ക്വയർ എക്സ് ഡി എ. എക്സിൻ്റെ ലിമിറ്റ് വൈയുടെ ലിമിറ്റ് തന്നിട്ടുണ്ട്, ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. യൂസ് ഡബിൾ ഇൻ്റഗ്രൽ ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. പ്ലെയിൻസ് തന്നിട്ടുണ്ട്, അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് വൈയുടെ ലിമിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ ആണ് ഫംഗ്ഷൻ, അത് വെച്ച് ചെയ്യുക. ആവറേജ് ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ ചെയ്യാം. പ്രിമിറ്റീവ് ഒബ്റ്റെയിൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ പ്രിമിറ്റീവ് എന്ന് വെച്ചാൽ ഇത് dy ബൈ ഡി എക്സ്, ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കുക. അതേ ഉള്ളൂ കേട്ടോ. എക്സാമിൻ വെദർ എക്സാക്റ്റ് ആണോ അല്ലയോ. അപ്പം നമ്മൾ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഫോമിലാണോ നോക്കുക. നമ്മൾ തെറ്റിക്കാൻ ഇവിടെ ഡി എക്സും ഡി വൈ ഒക്കെ മാറ്റി വരാം. അപ്പം എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഫോമിലാണോ നോക്കുക. ആണെങ്കിൽ ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും ഈക്വൽ ആണെങ്കിൽ എക്സാക്റ്റ്, ഈക്വൽ അല്ല എങ്കിൽ എക്സാക്റ്റ് അല്ല. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ രണ്ടെണ്ണത്തിനുണ്ട്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഉണ്ട്, എക്സാക്റ്റിനും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എക്സാക്റ്റിൻ്റെ ഫോമിലായതുകൊണ്ട് ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഇൻ്റഗ്രൽ കർവ് കണ്ടുപിടിക്കാം. ഡി എക്സ് ബൈ എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ ഈക്വൽ ടു ഡി സെഡ് ബൈ സെഡ്. എന്താണ് പി എന്ന് പറയുന്നത് എക്സ്, ക്യൂ വൈ, ആർ ഇസഡ്. അപ്പോൾ പി ഡാഷ് ക്യൂ ഡാഷ് ആർ ഡാഷ് രണ്ട് രീതി കണ്ടുപിടിക്കുക. ഒന്ന് 1/x 1/y 1/z, മറ്റേത് നമുക്ക് എന്താ വൈ ഇസഡ് എക്സ് ഇസഡ് എക്സ് വൈ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. ഇനി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡെഫിനിഷൻ എക്സാമ്പിൾ, ലഗ്രാഞ്ചർ ഇക്വേഷൻ എന്താണ് എക്സാമ്പിൾ. ഓക്കെ, ഇനി പാർട്ട് ബിയിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. പാർട്ട് ബിയിലെ ഡബിൾ ഇൻ്റഗ്രലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യമേ നമ്മൾ കാണുന്നത്. ഡബിൾ ഇൻ്റഗ്രൽ എക്സിൻ്റെ ലിമിറ്റ് വൈയുടെ ലിമിറ്റ് തന്നിട്ടുണ്ട്, ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇവിടെ അതേപോലെ തന്നെ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. 0 to y സ്ക്വയർ ആദ്യമേ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫിഗർ വരയ്ക്കുക, എക്സിൻ്റെ ലിമിറ്റും വൈയുടെ ലിമിറ്റും വെച്ച് ഫിഗർ വരയ്ക്കുക. എന്നിട്ട് അത് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കുക. അല്ല എങ്കിൽ ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്തൊക്കെ നമുക്ക് ചെയ്യാം. നിങ്ങളത് പഠിക്കുന്നതാണ്. വീണ്ടും ട്രിപ്പിൾ ഇൻ്റഗ്രലിൻ്റെ ഇൻ്റഗ്രൽ 0 to pi 0 to pi 0 to pi cos x പ്ലസ് വൈ പ്ലസ് ഇസഡ് ഡി എക്സ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ എന്താ ആദ്യമേ ഡി എക്സ് ചെയ്യുമ്പം ഇത് വൈയും ഇസഡും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട്, അപ്പം കോസ് എക്സ് പ്ലസ് എ ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ഡി വൈ എക്സ് ഇസിക്കൽ ടു വൈ റൈസ് ടു 3/2 എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0. അവിടെ ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻകംപ്ലീറ്റ് എന്നല്ല, ഇത് ബൈ ആണ്, ബൗണ്ടഡ് ബൈ ആണ്. അപ്പോൾ അത് കുഴപ്പമില്ല. ബൗണ്ടഡ് ബൈ എക്സ് ഈസിക്കൽ ടു വൈ റൈസ് ടു 3/2. അപ്പോൾ അത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഫൈൻ റീജിയൻ ബൗണ്ടഡ് ബൈ വൈ ഈക്വൽ ടു റൂട്ട് എക്സ്, എക്സ് ആക്സിസ് ലൈന് എക്സ് ഈക്വൽ ടു 4, എക്സ് ആക്സിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു, സോളിഡ് ഉണ്ടാകുന്നു, വോളിയം കണ്ടുപിടിക്കുക. ജസ്റ്റ് ആ കർവ് വരയ്ക്കുക, സ്ട്രിപ്പ് വരയ്ക്കുക, കണ്ടുപിടിക്കുക, ഈസിയാണ്. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ എന്ത് എക്സാക്റ്റ് വെച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ എക്സാക്റ്റ് വെച്ച്. നെക്സ്റ്റ് സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 3x പ്ലസ് 1 ഇൻറ്റു വൈ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 3x. എക്സും കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് ബെർണോളി ഇക്വേഷൻ്റെ ഫോമായിട്ട് വരുമെന്ന് തോന്നുന്നു. നിങ്ങളത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 5 ഫോമാണ് ഉള്ളത്: വേരിയബിൾ സെപ്പറബിൾ, എക്സാക്റ്റ്, ഹോമോജീനിയസ്, ലീനിയർ, ബെർണോളി. നിങ്ങളത് ചെയ്ത് നോക്കുക. ഇനി വീണ്ടും ഡി എക്സ് ബൈ പി എ ഡി വൈ ബൈ ക്യൂ എ ഡി സെഡ് ബൈ ആർ ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്, പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. നിങ്ങളിത് ചെയ്ത് പഠിക്കണം കേട്ടോ, ഈ എ സെഡ് വരുന്ന ഈ ക്വസ്റ്റ്യൻ. പിന്നെ എലിമിനേറ്റിംഗ് ആർബിട്രറി ഫംഗ്ഷൻ, ഇത് നിങ്ങളെ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങളത് ട്രൈ ചെയ്യുക. ഇതിനകത്തെ പാർട്ട് ബി ചോദ്യം
Find the volume of the solid generated by revolving the region in first quadrant bounded on the left by the circle x square plus y square equal to 3, on the right by the line x equal to root 3, above by the line y equal to root 3 about y axis. അപ്പം ജസ്റ്റ് സർക്കിൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ കാര്യം മാത്രം കിട്ടും. അത് സ്ട്രിപ്പ് വരച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ ഡിസ്ക് മെത്തേഡ് വഴി ചെയ്യുന്നത്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഗ്രാഫ് f of x equal to x cube by 12 plus 1 by x 1 less than to x less than to 4. നിങ്ങളെ ചെയ്യിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, തെറ്റാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതുകൊണ്ട് ഇത് ശരിക്കും എഴുതി പഠിക്കണം. ഡബിൾ ഇൻ്റഗ്രലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം റീജിയൻ തന്നിട്ടുണ്ട്. ഇത് വെച്ച് എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ് കണ്ടുപിടിക്കണം. ആ സ്ട്രിപ്പ് പോലെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്നിട്ട് ആ ലിമിറ്റ് എക്സിനും വൈക്കും കൊടുത്ത് ഇവിടെ ചെയ്യണം. Find the volume of the solid enclosed between the parabolas z is equal to 5x square plus 5y square and z is equal to 6 minus 7x square minus 5. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബിയിലും പാർട്ട് സിയിലും മാറി മാറി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ഓൾറെഡി ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നിങ്ങൾ ആ പ്ലേ ലിസ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇത് എക്സാക്റ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എക്സാക്റ്റ് അല്ല ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ചോദിച്ചത്. പിന്നെ ആ ക്വസ്റ്റ്യനെ മൊത്തത്തിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സാക്റ്റ് കിട്ടും. പിന്നെ അത് സോൾവ് ചെയ്യുക. നെക്സ്റ്റ് സോൾവ് x മൈനസ് 2 ഇൻറ്റു dy by dx ഈക്വൽ ടു y പ്ലസ് 2 ഇൻറ്റു x മൈനസ് 2 ദ ഹോൾ ക്യൂബ്. അപ്പോൾ x മൈനസ് 2ന് ക്യാപിറ്റൽ എക്സ് കൊടുത്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബെർണോളി ഇക്വേഷൻ ആണ്, നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻ ലൈൻ ടു ദ സ്പേസ് x square plus y square plus z square is equal to 1, x plus y plus z equal to 0 at the point 1 by root 14, 2 by root 14 minus 3 by root 14. പിന്നെ ജനറൽ ഇൻ്റഗ്രൽ ഇക്വേഷൻ, ഇപ്പോൾ പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ ഫോമല്ലേ, അപ്പോൾ അതിനെ ഡി എക്സ് ബൈ പി അങ്ങനെ ആക്കിയിട്ട് പഴയ പോലെ ചെയ്യുക. ഇൻ്റഗ്രൽ കർവ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തതിൻ്റെ പാർട്ട് ബി ചോദ്യങ്ങൾ. The base of the solid is the region in the first quadrant between the line y equal to x, parabola y equal to 4x. Cross section of the solid perpendicular to the x-axis are equilateral triangles whose bases stretch from the line to the curve. Find the volume of the solid. Just figure വരച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലാവും. Find the area of the surface of. അപ്പം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഡബിൾ ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യൻ. അതെന്താണ്? റിവേഴ്സിങ് ദ ഓർഡർ ഓഫ് ദി ഇൻ്റഗ്രേഷൻ. നിങ്ങൾ അതിൻ്റെ 0 to 4ഉം റൂട്ട് y to 2, അതായത് y ഈക്വൽ ടു 0, y ഈക്വൽ ടു 4 വരയ്ക്കുക, x ഈക്വൽ ടു റൂട്ട് y, x ഈക്വൽ ടു 2 വരയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു റീജിയൻ കിട്ടും. അതിൻ്റെ സ്ട്രിപ്പ് നേരെ തിരിച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓർഡർ തിരിച്ച്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ എലിപ്സോയിഡ് x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ v സ്ക്വയർ പ്ലസ് z സ്ക്വയർ ബൈ c സ്ക്വയർ ഈക്വൽ ടു 1. ചെയ്യാവുന്നതേ ഉള്ളൂ. വെരിഫൈ ദാറ്റ് y ഈക്വൽ ടു ഈ ഇക്വേഷൻ ഈസ് എ സൊല്യൂഷൻ. അപ്പം y dy ബൈ ഡി എക്സ്, ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ, ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് കണ്ടുപിടിക്കുക. അത് ചെയ്യുമ്പോൾ 24x കിട്ടുന്നു നോക്കുക. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് എക്സും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യുമ്പോൾ വേരിയബിൾ സെപ്പറബിൾ ആക്കാം, എന്നിട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ബെർണോളി ഇക്വേഷൻ വഴി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ബൈ മീൻസ് ഓഫ് എക്സാമ്പിൾ പ്രൂവ് ദാറ്റ് പാരാമെട്രിക് ഇക്വേഷൻസ് ഓഫ് എ സർഫസ് ആർ നോട്ട് യൂണീക്ക്. അത് എനി അറ്റംപ്റ്റിന് മാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി. പിന്നെ എലിമിനേറ്റിംഗ് ആർബിട്രറി ഫംഗ്ഷൻ വെച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി എസ് എ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എസ് എ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ഇക്വേഷൻ. ചെയ്യാവുന്നതേ ഉള്ളൂ. വെഡ്ജിൻ്റെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് ഈ സോഫ്റ്റ്വെയർ ക്വസ്റ്റ്യന് മുമ്പ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എസ് എക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഇപ്പോൾ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഏതാ അൺഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും വെഡ്ജിൻ്റെ ക്വസ്റ്റ്യന് പഠിച്ചോണം. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യനും ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത് രണ്ടും. വോളിയം ഓഫ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ എന്താ, വൈ സ്ക്വയർ പി മൈനസ് എക്സ് വൈ ക്യൂ ഈക്വൽ ടു ആർ ഫോം, പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ ഫോം. അത് സോൾവ് ചെയ്യുക. പിന്നെ സോൾവ് ടു ഡിഫറൻഷ്യൽ ഇക്വേഷൻ.
ഒന്നാമത്തെ ഹോമോജീനിയസ് വെച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തത് ഹോമോജീനിയസ് വെച്ച് ചെയ്യാം. നിങ്ങൾ ഓരോ 5 മെത്തേഡ് ഉണ്ട്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന മെത്തേഡ് ഏതാണോ അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ എസ്എ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഷെൽ മെത്തേഡ് ഉപയോഗിച്ച് വോളിയം കണ്ടുപിടിക്കാൻ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നിനും 5 മാർക്കാണ്. അതേപോലെ തന്നെ ഏരിയ ഓഫ് ദ റീജിയൻ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അത് ഹോമോജീനിയസ് ആണ്. പിന്നെ നമ്മുടെ dx/p = dy/q = dz/r അതിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഇൻ്റഗ്രൽ കർവ് കണ്ടുപിടിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഗ്രാഫ്. ഈ ക്വസ്റ്റ്യൻ മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് ബി ചോദിച്ചത്. പിന്നെ ഇതും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എലിപ്സിൻ്റെ ഏരിയ ഡബിൾ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് ചെയ്യാനും പിന്നെ ഏരിയ ഓഫ് ദ റീജിയൻ എൻക്ലോസ്ഡ് ഡബിൾ ഇൻ്റഗ്രേഷൻ വെച്ച് ചെയ്യാനും ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ഇൻ്റഗ്രൽ കർവ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. പാർട്ട് സി എന്ന് വെച്ചാൽ എസ് ഐക്ക് ഇൻ്റഗ്രൽ കർവ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. പാർഷ്യലിനകത്ത് അതേ ചോദിക്കാൻ സാധ്യതയുള്ളൂ എസ് ഐക്ക്. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ 5 മെത്തേഡുണ്ട്. ഓരോ മെത്തേഡ് ഓരോ പാർട്ടിൽ ഇങ്ങനെ കാണും. അത് പഠിക്കുക കേട്ടോ. പിന്നെ ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കർവ് വരും. ആ കർവിൻ്റെ പടമെങ്കിലും വരച്ച് വെക്കണം. അതിൻ്റെ മാർക്ക് കിട്ടും. ആ പടം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും വോളിയം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, സ്ട്രിപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത്, വാഷർ മെത്തേഡാണോ ഡിസ്ക് മെത്തേഡാണോ എന്നൊക്കെ നിങ്ങൾക്കത് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ പല ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനകത്ത് നേരത്തെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ഈ പോർഷൻസ് മൊത്തത്തിൽ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിനകത്ത് സെക്കൻഡ് സെം കോംപ്ലിമെൻ്ററി മാത്സ് എന്ന് നോക്കിയാൽ മതി. അതിനകത്ത് ഫുള്ളുണ്ട്. നിങ്ങളിത് പഠിക്കുക, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. മാത്സിന് എല്ലാവരും 80 ഔട്ട് ഓഫ് 80 വാങ്ങിക്കണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.